ലാസ്റ്റ് ടൈം ഞാൻ കസാഖിസ്ഥാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലോട്ട് വന്നത് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു. ഞാൻ അത്രയും വെറുത്ത് പോയൊരു യാത്രയായിരുന്നു അൽമാട്ടി ടു താഷ്കന്ത് ബസ് യാത്ര ചെയ്ത് കസാഖിസ്ഥാൻ ബോർഡർ എത്തിയപ്പോൾ അവിടെയും എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി. അത്രയും ഡെസ്പായിരുന്ന ഞാൻ പെട്ടെന്ന് തന്നെ ചേഞ്ചായി. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ എൻ്ററായി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് അവിടെ നിന്ന് നല്ലൊരു വൈബ് കിട്ടി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ യാത്ര ചെയ്ത് അവിടെ നിറങ്ങുന്നത് വരെ ഒരു ലോക്കൽസിൻ്റെ അടുത്തുനിന്ന് പോലും എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ശരിക്കും റഷ്യയുടെയും മിഡിൽ ഈസ്റ്റിൻ്റെയും ഒരു മിക്സിംഗ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കൾച്ചർ ആണെങ്കിലും അതുപോലെ സിറ്റീസ് ആണെങ്കിലും ഗ്രാമങ്ങളാണെങ്കിലൊക്കെ ഏകദേശം നമുക്ക് ആ ഒരു സാമ്യത കാണാൻ പറ്റും. ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ വരുന്നത് താഷ്കന്താണ്. ഇന്ത്യൻസിന് ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോകാൻ വിസയാണ്, ഇലക്ട്രോണിക് വിസയാണ്. ഏകദേശം $20 അടുപ്പിച്ചാണ് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് വരുന്നത്. സോ ഈസി ആയിട്ട് നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഡൽഹിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണ്. അല്ലാത്തവർ ഡയറക്റ്റ് ആദ്യം കസാഖിസ്ഥാൻ വിസിറ്റ് ചെയ്യുക, അതിനുശേഷം ഉസ്ബെക്കിസ്ഥാനിലോട്ട് വന്നാലും മതി. ഇതൊക്കെ ഉസ്ബെക്കിസ്ഥാനിൽ ഇറങ്ങിയ സമയത്ത് നല്ലൊരു വ്യൂ അല്ല കേട്ടോ കിട്ടുന്നത്. നല്ല വ്യൂ എന്നല്ല, അത്രയ്ക്ക് വലിയൊരു ഡെവലപ്ഡ് രാജ്യമാണ് നമ്മൾ തോന്നുകയില്ല. പക്ഷേ കസാഖിസ്ഥാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നോർമലി സാധാ ഒരു കാട്ടുകൂട, എയർപോർട്ടിൽ നിന്ന് ഒരു കാട്ടുകൂടാണ് ഒരു പള്ളിയിലേക്ക് പോയി. അവിടെ നിന്നാണ് പിന്നെ സിറ്റിയിലേക്ക് ബസ് കിട്ടി. അപ്പോൾ അടിപൊളി സ്ഥലമായിരുന്നു. അതുപോലെ അത് മാറുമെന്ന് വിചാരിക്കും. ബസ്സിലാട്ടോ ബസ് കിട്ടി. ഇനി ഈ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം. മെട്രോയിൽ നിന്ന് നമുക്ക് റൂമിലേക്ക് പോവാം. സംഭവമുണ്ട്. ഇപ്പോൾ മെട്രോ ഇറങ്ങിട്ടോ, അല്ല ബസ് ഇറങ്ങി. ഇനി മെട്രോയിലേക്ക് പോവാം. Metro Beka. Metro Beka. Go to metro. മെട്രോ ചെറിയൊരു മാർക്കറ്റ് കൂടെ കേട്ടോ. ഇവിടെ മിക്കവാറും ഞാൻ ആപ്പിൾ തിന്ന് മരിക്കും. ആപ്പിളും സ്ട്രോബെറിയും ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചുണ്ട്. പക്ഷേ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. ഇവിടെ എന്തെങ്കിലും ഇട്ടേക്കേണ്ടി വരും, ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇതിപ്പോൾ മെട്രോയിലേക്ക് കയറി പോവാട്ടോ. എനിക്ക് ഈ ബ്രോ ടിക്കറ്റ് എടുത്ത് തന്നു, അതുപോലെ അടുത്ത സ്റ്റോപ്പ് കാണിച്ചു തന്നു, എങ്ങനെ പോകണമെന്ന് കാണിച്ചു തന്നു. ടാക്സി അടിക്കാത്ത നന്നായി എന്ന് പറഞ്ഞു. മെട്രോ നമ്മുടെ നാട്ടിലത്തേനേക്കാളും കഷ്ടമല്ല കുറച്ച്. പിന്നെ ഇവിടെ മെട്രോ കുറേയൊക്കെ സേഫ് ആട്ടോ. കാര്യം സേഫ് എന്നല്ല, ഇവിടെ വലിയ ചെക്കിംഗ് ഒന്നുമില്ല. നമ്മളെ കൊച്ചിയിലുള്ള പോലെയൊന്നുമില്ല. ഈസി ആയിട്ട് ഇവർ കയറ്റി വിടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്കാൻ ബുക്ക് അത്രേ ഉള്ളൂ. വേറെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല. എല്ലാം നമ്മളൊരു ബസ് കയറുമ്പോൾ പോലെ, KSRTC ബസ് കയറുമ്പോൾ പോലെ അത്രേ ഉള്ളൂ. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചീപ്പാട്ടോ, വലിയ പൈസ ഇല്ല. ബസ്സിന് ഒരു ട്രിപ്പിന് 1700 സോമാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു, പിന്നെ സെപ്പറേറ്റ് ഒരു കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വിസ കാർഡ് ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ക്യാഷൊക്കെ. എൻ്റെ ഇപ്പോൾ അടുത്ത ബസ് ഇട്ടോ. ഇത് നമ്മളെ ഹോസ്റ്റലിൻ്റെ അടുത്തേക്കുള്ള ബസ്സാണ്. ഇതിപ്പോൾ കാലിയാണ്, ആരും ഇല്ലാന്ന് തോന്നുന്നു. എൻ്റെ വായിൽ വെള്ളം പറ്റിട്ടോ. ഇനിയുണ്ട് 6 മണിക്കൂർ നിൽക്കാൻ, നോമ്പ് തുറക്കാൻ. എൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതേ ഇതുപോലെ ആയത് കാണിച്ചു തന്നില്ലേ. 1700 സോമാണ് വരുന്നത്. നമ്മുടെ നാട്ടിലൊരു 12-11 സംതിങ് അത്രയാണ് വരിക. ഞാൻ എൻ്റർ ആയ സമയത്ത് താഷ്കന്തിനെ പറ്റി പക്കാ മോശം അഭിപ്രായമായിരുന്നു എനിക്ക്. ഉസ്ബെക്കിസ്ഥാൻ മൊത്തമായിട്ട്. കാര്യം ഞാൻ അത്രയും എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതലായ ബോർഡറിന് കസാഖിസ്ഥാനീസും ഉസ്ബെക്കിസ്ഥാനീസും ഉണ്ട്. അവിടെ നിന്നാണ് എനിക്ക് മോശപ്പെട്ട ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വെറുത്ത് പോയിട്ടുണ്ട് ആ ഒരു സമയം. പക്ഷേ ഞാൻ ബസ്സിൽ കയറിയതോടുകൂടി അത് കംപ്ലീറ്റ് മാറി. കാര്യം എനിക്ക് ഭാഷ അറിയില്ല. പിന്നെ ഞാൻ ബസ്സിൽ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു ബസ്സിന് പൈസ വേണ്ടാന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഒരു താത്ത പറഞ്ഞു കുഴപ്പമില്ല ക്യാഷ് കൊടുക്കുമെന്ന് പറഞ്ഞു. അവരെ മോനോട് പറഞ്ഞു ക്യാഷ് കൊടുക്കുന്നു. പിന്നെ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ട, ലൊക്കേഷൻ ഏതാണ് ഒക്കെ നോക്കി തന്നെ ഒക്കെ റൂമിലേക്ക് ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് മാപ്പ് ഇവിടെ കറക്റ്റ് വർക്ക് ചെയ്യില്ല. ഗൂഗിൾ മാപ്പ്, യെൻടെക്സ് മാപ്പ് മാത്രമേ വർക്ക് ചെയ്യൂ. യെൻടെക്സ് മാപ്പിലും കറക്റ്റ് ഒരു ഐഡിയ എനിക്കില്ല. കാര്യം ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്ത്. പിന്നെ ഡ്രൈവർ എന്നെ ഫോൺ ചാർജ് ചെയ്തു. അങ്ങനെയുള്ള കുറേ നല്ല അനുഭവം പിന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറങ്ങിയ സമയത്ത് എനിക്ക് പക്കാ മോശമായിരുന്നു. പക്ഷേ അത് ഫസ്റ്റ് ട്രിപ്പോട് കൂടി മാറി കിട്ടി. പിന്നെ അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിലാണ് ഹോസ്റ്റൽ ബുക്ക് ചെയ്ത്. അപ്പോൾ ഏകദേശം ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി. ഇനി ഇവിടെ മലയാളി സ്റ്റുഡൻസ് ഉണ്ടോ അറിയുമല്ലോ കേട്ടോ.
ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി അതിന് നയിക്കിപ്പോൾ. പിന്നെ ഇവിടെ ബസ്സിൻ്റെ പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ. ഈ ഹോസ്റ്റലിൻ്റെ പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബുക്ക് ചെയ്ത 300-350 എങ്ങനെയാണെന്ന് തോന്നുന്നു. ഡോർമെറ്ററി ആണ്. ഇനി ഹോസ്റ്റലിൽ പോയിട്ട് ഹോസ്റ്റലിൻ്റെ വൃത്തി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അവിടെ തിരുവല്ല പൈസ കൂട്ടി പറയുമെന്ന് പറഞ്ഞൂടെ, അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൺഫേം ആക്കിയിട്ട് പറഞ്ഞുതരാം. ഫുഡിൻ്റെ ഞാൻ രാത്രി കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഫുഡ് കൂടുതൽ ഞാൻ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് ഒപ്പിക്കുകയാണ് മിക്കവാറും ചെയ്യുക. ഓക്കെ, കുറച്ചും കൂടെ ഒരു ലൈക്കുള്ള ഞാൻ പിന്നെ എൻ്റെ ഹോസ്റ്റൽ കാണിച്ചു തരാം. ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ നല്ല ഇതൊരു എന്താ പറയുക ഹോട്ടലാണ്. ഇവിടെ ഒരു റൂം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്യാഷ് വരും. ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, നമ്മുടെ നാടല്ല അതിനേക്കാളും കൂടുതൽ പൈസ വരും. പക്ഷേ ഇതേ സ്ഥലത്ത് തന്നെ ഡോർമെറ്ററി അവൈലബിൾ ആണ്. ഇങ്ങനെ നമ്മൾ ഡോർമെറ്ററി എടുക്കുകയാണെങ്കിൽ, താമസം എടുക്കുകയാണെങ്കിൽ നല്ലൊരു പൈസ നമുക്ക് ട്രാവലിൽ ചുരുക്കാൻ പറ്റും. പല ആൾക്കാർക്കും പറ്റിപ്പോകുന്നു. എന്താ പറയുക, പോകുമ്പോൾ കുഴപ്പമില്ലാത്ത എല്ലാം കൊണ്ടും പറ്റുന്ന റൂം കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്യുക. ഡോർമെറ്ററി അബദ്ധമാണ്. ചില സ്ഥലത്തൊക്കെ പക്കാ ക്ഷീണമാണ്, മോഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇവർ കുറച്ച് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഇവിടെ കയറി വരുന്നവരും കുറച്ചധികം പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഈ ഡോർമെറ്ററിക്കൊക്കെ. എന്ന് വെച്ചാൽ സാധാരണ കിട്ടും പോലെ ഒരു 300-350 കിട്ടൂല. കുറച്ചധികം ഒരു 500-600 ആ റേഞ്ചിലുണ്ടാവും. പക്ഷേ സേഫ്റ്റി ഓക്കെയാണ്. ബാക്കിയുള്ള ഫെസിലിറ്റിയും പെർഫെക്റ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിന് ലോക്കറില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു ധൈര്യത്തിനായിട്ട് വെക്കുന്ന ഇത് ടോയ്ലറ്റാണ്, ബാത്റൂമാണ്, എല്ലാ സൗകര്യവും ഉണ്ട്. എൻ്റെ അപ്പോൾ പിന്നെ റൂം വേണമെങ്കിൽ നിങ്ങൾക്ക് booking.com വഴിയും അഗോഡ വഴിയും സിമ്പിളായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. PDF കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, സാമ്പിൾ കാണിച്ചു തരാം. പേയ്മെൻറ്റും ഇല്ല. പേയ്മെൻറ്റ് ഞാനീ പറഞ്ഞ ഈ ഒരു പേയ്മെൻറ്റ് മാത്രമേ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ ഏത് നാട്ടിൽ പോവുകയാണെങ്കിലും ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. റഷ്യയിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. റഷ്യയിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കണം. ഓക്കെ, ഇവിടെ ഒരു ടർക്കിഷ് ഷോപ്പ് ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഫുഡ് വാങ്ങുന്നത്. ഫുഡ് ഞാൻ വാങ്ങിയിട്ട് കാണിച്ചു തരാം എന്താന്ന്. ചിക്കനോ ബീഫോ ഒക്കെ എടുക്കട്ടോ. നമ്മൾ വിയറ്റ്നാമിൽ നിന്ന് കഴിച്ച ആ ഒരു സെയിം സംഭവം തന്നെ ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഷവർമ, നാട്ടിലെ ഷവർമ തന്നെ കുറച്ചുകൂടെ ഒന്ന് വെറൈറ്റി ആയിട്ട് വില ഇവിടുന്ന് ഉണ്ടാക്കി തരും. ഏകദേശം ഇതിൻ്റെ പ്രൈസ് 30,000 സോമാട്ടോ. 30,000 സോമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 200 രൂപ വരും. 200 കറക്റ്റ് ഉണ്ടാവില്ല, ഏകദേശം ഒരു 195 അത്ര രൂപ ആ രൂപയ്ക്കാണ് വരും. നമ്മുടെ നാട്ടിലും കുഴപ്പമില്ലാത്തൊരു ഹോട്ടലിൽ കയറുകയാണെങ്കിൽ ഈ പൈസ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഏകദേശം സാധനം കിട്ടിയും. ഇതാണ് ഇത് ഷവർമ കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ട് ടോപ്പിലുള്ള റോളാണ്. ഇത്ര വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. എൻ്റെ കൈ ഉണ്ടല്ലേ, ഇത്ര സൈസ് ഉണ്ട് ഇതിന് ഏകദേശം 200 രൂപ. ഓക്കെയാണ്, വലിയ സീൻ. നമുക്കൊരു നേരത്തെ ഇതെല്ലാം കിട്ടും. പിന്നെ ഇവിടെ വലിയ ഷോപ്പൊന്നുമല്ല, ജസ്റ്റ് നോർമൽ ഒരു തട്ടുകട പോലത്തെ സെറ്റപ്പല്ല, കുഴപ്പമില്ലാത്തൊരു ഫുഡാണ്. ചെറിയ പൈസക്ക് ഫുഡ് ഉണ്ടായിട്ടോ. ഞാൻ ചാടി കയറി വലിയ തന്നെ വാങ്ങി. 4 സാൻഡ്വിച്ചൊക്കെ കിട്ടിയായിരുന്നു, പക്ഷേ പോയി. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ദിവസം അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവാണ്, റൂമിലേക്ക് പോവാണ്. ഇനി നാളെ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആക്കി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. എന്തൊക്കെയാണ് ഇവിടെ വന്ന് കാണാനുള്ളതെന്നൊക്കെ നോക്കാം. പിന്നെ വലിയ എക്സ്പെൻസീവ് അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. നോർമലി നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. വലിയ സെറ്റപ്പുള്ള ഹോട്ടലിൽ കയറിയാണെങ്കിൽ നല്ലോണം ക്യാഷ് കൊടുക്കേണ്ടി വരും. സാധാരണ ഷോപ്പാണെങ്കിൽ വലിയ പൈസ ആവില്ല, കുറവാണ്. പിന്നെ ഇതില്ലേ, ഇത് ഞാൻ വാങ്ങിയ ജസ്റ്റ് ഒരു വെള്ളമാണ്. പെപ്സിക്കും അതുപോലെ സ്നിക്കേഴ്സിനൊക്കെ ഏകദേശം സെയിം പ്രൈസ് തന്നെയാണ് വരിക. കാര്യം അതാണ് നമ്മുടെ ഏക ആശ്വാസം. നമ്മളിപ്പോൾ റഷ്യയിലാണെങ്കിലും അമേരിക്കയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റി പോയാൽ അവിടെ പോയി നമ്മൾ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഈ 50 റുപ്പീസ് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ അന്ന് ഒരു മുട്ടായിക്ക് 80 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ 50 രൂപയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ, ഭാഗ്യമായി. ഇവിടെ അല്ല, കസാക്കിസ്ഥാനിൽ കേട്ടോ.